മെൻസ്ട്രേഷൻ്റെ 7 പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ആൻഡ് കോമൺ റീസൺ ഈസ് പ്രഗ്നൻസി. സെക്കൻഡ് വൺ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിൻ്റെ ബോഡിയിൽ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ ലെവൽ കൂടുന്നത് കൊണ്ട് തന്നെ ഓവുലേഷനും മെൻസ്ട്രേഷനും സ്റ്റോപ്പ് ആവുന്നതായിട്ട് കാണുന്നു. തേർഡ് വൺ ഫങ്ഷണൽ ഹൈപ്പോതലാമിക് അനോവുലേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അവിടെ എക്സസീവ് സ്ട്രെസ്സും ഫിസിക്കൽ എക്സേഷനും വരുന്നുണ്ട്. രണ്ടും ബോഡിയുടെ ഹോർമോണൽ ലെവൽസിൻ്റെ ഫംഗ്ഷനെ ഹിൻഡർ ചെയ്തിട്ട് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുന്നതായിട്ട് കണ്ടുവരുന്നു. ഫോർത്ത് വൺ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ് ആണ്. അതിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആണെങ്കിൽ അത് എൻഡോമെട്രിയൽ ലെവൽസിനെ തിന്നാക്കുന്നു. സൈക്കോട്ടിക്സ് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ ആണെങ്കിൽ ബോഡിയുടെ പ്രൊലാക്റ്റിൻ ലെവലിനെ കൂട്ടുന്നു. ഫിഫ്ത്ത് വൺ PCOS ആണ്. PCOS പേഷ്യൻസിന് ഇറഗുലർ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ഒളിഗോമെനോറിയ അല്ലെങ്കിൽ അബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ കണ്ടുവരുന്നു. സിക്സ്ത് വൺ ആണ് തൈറോയിഡ് പേഷ്യൻസ്. തൈറോയിഡ് പേഷ്യൻസിനും ബോഡിയിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സെവൻത്ത് വൺ ഒബേസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. ഒബേസ് ആയിട്ടുള്ളവരുടെ ബോഡിയിൽ ഈസ്ട്രജൻ ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്കും അബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ പൊതുവെ കണ്ടുവരുന്നുണ്ട്.